അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ ജെ കെ പോയി പുറത്തേക്ക് എവിടെയൊക്കെ പോയി. നമ്മുടെ തേ വീട്ടിൽ ഒറ്റക്കാണ്, അവിടെ ആരുമില്ല. തേ ഒറ്റക്കാണ്, തേ എവിടേക്കും പോയിട്ടുമില്ല. കാരണം ഫോൺ വിളിക്കാനായിട്ട് ഫോണത്തെ ജെ കെൻ്റെ കയ്യിലാണ്. ജെ കെ തിരിച്ചു കൊടുത്തിട്ടില്ല, എന്താണെന്നൊന്നും അറിയില്ല, കൊടുത്തിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മുടെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളല്ല, കോളേജിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ നിന്നുള്ള സീൻ നമുക്ക് നോക്കാം. ഐ മിസ് യുടാ, മിസ് യു സോ മച്ച്. എന്താടാ നീ എന്താ ഇന്നലെ മിന്നാനൊന്നും എന്നെ വിളിച്ചില്ലല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്ത വിളിച്ചിട്ടേ? ഐ മിസ് യുടാ മൂച്ചി. നിനക്കറിയോ, ഞാൻ ഈ 2 ദിവസമായിട്ട് നിന്നെ കോൾ ചെയ്യാൻ പല രൂപത്തിലും നോക്കി, പക്ഷെ കഴിയണ്ടേ. അങ്ങനെ എന്റെ ഫോൺ അങ്ങ് എടുത്തു വെച്ചു. നിന്റെ ഫോൺ എന്തിനാടാ എടുത്തു വെക്കുന്നേ? അതെന്താ? അത് നിന്റെ പ്രൈവസി അല്ലേ? ഡാ എനിക്കറിയില്ലടാ, എന്താ കുക്കി അങ്ങനെയൊക്കെ എന്നോട് ബിഹേവ് ചെയ്യുന്നതെന്ന്. കുക്കിയോ? കുക്കി എന്താടാ നിന്നോട് പറഞ്ഞേ? അപ്പോ നിനക്കറിയില്ലായിരുന്നോ? നീ ഇത് എന്തോന്ന് അറിയില്ലായിരുന്നോ ചോദിക്കുന്നേ? എന്തോൽക്കേ? അപ്പോ നിനക്കറിയില്ലായിരുന്നോ? നിന്നോട് ഷുഗ പറഞ്ഞില്ലായിരുന്നോ? എന്ത്? എനിക്ക് മനസ്സിലാവില്ല, എന്നോട് എന്ത് പറഞ്ഞില്ലായിരുന്നോന്ന്? അതെന്താ ഷുഗ പറയാഞ്ഞ നമ്മളോട്? ദേ നീ ഇത് കുറെ നേരമായിട്ട് പറഞ്ഞില്ല അറിയണ, എന്തോന്ന് പറഞ്ഞില്ലാന്ന് കാര്യം പറ. അത് എടാ എന്റെ ഡാഡി കുക്കിയാണ്. എന്ത് കുക്കിയാ? ആടാ, സത്യമായിട്ടും എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു ഇതെന്താ അവിടെ സംഭവിച്ചതെന്ന്. പക്ഷേ ഷുഗച്ചാൻ എങ്ങനെ കുക്കിക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെനിക്കറിയാം, എങ്ങനെ അറിയാന്ന്. നിനക്കറിയോ എങ്ങനെ അറിയാന്ന്? എനിക്കറിയാം, ഞാൻ തന്നെ അറിഞ്ഞത് 2 ദിവസം മുമ്പ് അവര് തമ്മിൽ അറിയുന്നുള്ള കാര്യം അറിഞ്ഞ. ഓ, അപ്പൊ അവർക്ക് തമ്മിൽ ആദ്യം അറിയായിരുന്നല്ലേ? അവര് ഫ്രണ്ട്സ് ആണല്ലേ? ഡാ, അല്ല നീ രാവിലെ വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്താ കാര്യം? അത് ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ലിസ വന്നിരുന്നു. അതെങ്ങനെ? അങ്ങനല്ലേ പറഞ്ഞ അങ്ങേർക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന്, പിന്നെ എങ്ങനെ അവള് വന്നേ? എനിക്കറിയില്ലടാ എന്തിനാ വന്നേന്ന്. ബട്ട് കുക്കി നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ഒരു നിമിഷത്തിന് കരുതിപ്പോയടാ കുക്കി എൻ്റെതാകുമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന്. നിന്റെ വിചാരം കരയാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പം കിട്ടും എന്നോട് രണ്ടെണ്ണം അടിങ്ങി നിന്നാ. നീ എന്തിനാ കരയുന്നേ? എനിക്ക് തോന്നുന്നു അതൊന്നും നിന്റെ തോന്നല, അതൊന്നും ഉണ്ടാവില്ല. അല്ലടാ, ഞാൻ കണ്ടതല്ലേ. പിന്നെ അവര് കുക്കി എന്നെ അവിടുന്ന് പോകാൻ പറഞ്ഞു റൂമിലേക്ക്. എന്താടാ നീ വരാഞ്ഞേ? നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഹോബി മിസ് യുടാ. ജാക്കി മിസ് യുടാ. മിസ് യു ടൂടാ. ബട്ട് വൈ ആർ യു ക്രൈങ്? നത്തിങ് ഡാ, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. എന്താടാ, എന്താ നിനക്ക് പറ്റി? നീ ഞങ്ങളെ മണ്ടനാക്കാൻ നോക്കുകയാണോ? ഞങ്ങൾക്കറിയില്ലേ നിന്നെ? പറ, എന്താ നിനക്ക് പറ്റി? ഇതും കൂടെ കേട്ടതും നമ്മുടെ തേക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ സങ്കടം അവൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവരെല്ലാവരെയും കെട്ടിപ്പിടിച്ചു, അവരെ 3 പേരെയും കൂടെ. പിന്നെ ജിമ്മി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അപ്പോ ജങ്കുക്ക് അവനാണ് നിന്റെ ഡാഡി? കുക്കിയാണ്. എടാ, അതിന് നീ എന്തിനാടാ കരയുന്നേ? ലിസ വന്നതാണെങ്കിൽ അതിപ്പോ ഇത്ര കരയാൻ മാത്രമുണ്ടോ? എക്സ് വരുന്നത് പതിവൊക്കെ തന്നെ, വരാതിരിക്കൊന്നുമില്ല. അതിനൊക്കെ നീ കരയാൻ നിന്നാല് ശരിയാ, അതിന് നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് തോന്നുന്നില്ല, നിനക്ക് തോന്നിയതായിരിക്കും അതൊക്കെ. ഇനിമോ അന്ന് നിന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞപ്പം തന്നെ നിന്റെ കുക്കിയുടെ റിയാക്ഷൻ നീ കാണായിരുന്നു. കുക്കിയുടെ റിയാക്ഷൻ എന്താ കുക്കി പറഞ്ഞേ? അത് പറയാ, അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന് ശരിക്കും ലിസ വന്നപ്പോൾ എന്താ ഉണ്ടായത്? അത് അന്ന് ലിസ വന്നപ്പോൾ എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. ഞാൻ പോയി ഡോർ തുറന്ന് നേരെ ചോദിച്ചു ആരാന്ന്.
എന്നോട് ലീസ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനാകെ എന്തോ ആയിപ്പോയി. പിന്നെ ഞാൻ അകത്തേക്ക് വിളിച്ചു. അപ്പം എന്നോട് ലീസ എന്നോട് പറഞ്ഞു. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? സംതിങ് ഫിഷി. യാ, കറക്റ്റ്, സംതിങ് ഫിഷി. അത് എന്താന്ന് എങ്ങനെ അറിയാം? മാർഗമുണ്ട് അതറിയാൻ. മാർഗം? എന്ത് മാർഗം? മാർഗം അത്ര വലിയ മാർഗമൊന്നുമല്ല, നല്ല ഏറ്റവും നല്ല മാർഗം എന്നു വെച്ചാൽ ലിസ. ലിസ? വാട്ട് യു മീൻ? നീ ഉദ്ദേശിക്കുന്നത് എന്താ? എടാ ഹോബി, അവൻ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നേ ലിസ ഒരു പാവാന്നാ. അവൾ നല്ല രീതിയിലല്ലേ ബിഹേവ് ചെയ്തേ. അതുമാത്രമല്ല, അവൾ തുറന്നടിച്ചാണ് അതെല്ലാം ചോദിച്ചതും പറഞ്ഞതും. അപ്പം എനിക്ക് തോന്നുന്നു, അതുമല്ല അവൾ ഇനി ഒരു 3 ദിവസം കൂടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? 2 ദിവസം അല്ലേ? 2 ദിവസം കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവളെ കണ്ട് കാര്യം അന്വേഷിച്ചാൽ ഒരു പക്ഷെ അറിയാൻ പറ്റും. ഡാ, അതിനിപ്പോഴും അവനോട് ക്രഷ് ഉണ്ടെങ്കിൽ അവൾക്ക്, അപ്പോൾ അവൾ സത്യം പറയുമോ? വേണ്ടടാ, ആരും അതിൻ്റെ പിന്നാലെ പോകണ്ട. അത് കഴിഞ്ഞു. ഈ ഒരു 1.5 വർഷം കൂടെ എനിക്ക് ഇങ്ങനെ കഴിഞ്ഞേ പറ്റൂ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. മോനെ ഇടങ്ങാറാവണ്ട. അത് തന്നെ, നീ ആലോചിക്കേണ്ട. പിന്നെ നിന്റെ ഡാഡി കുക്കി ആയതുകൊണ്ട് പേടിക്കാനില്ല. എനിക്ക് ധൈര്യമായി. ഇതുവരെ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു. എന്തായിരിക്കും, എങ്ങനായിരിക്കും ഒന്നും ആലോചിച്ചിട്ട്. ഇപ്പം എന്തായാലും അത് പേടിക്കണ്ടല്ലോ. അത് ശരിയാ, അങ്ങേ നിന്നെ ഒന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ചെയ്യില്ലെന്നോ? സത്യത്തെ ഞാൻ കരുതിട്ടോ. നിന്നെ ആ ഗേറ്റും കഴുത്തി ഞാൻ പോയപ്പോൾ നിന്റെ എല്ലാം അവസാനിച്ചെന്ന്. അതോടെ നിന്റെ എല്ലാം കഴിഞ്ഞു. ശരിയാ, നീ വിചാരിച്ച പോലെ കഴിഞ്ഞു എല്ലാം. എന്താ നീ പറഞ്ഞേ? ഞാൻ കേട്ട് മാറിയോ? ഏയ്, നീ കേട്ടത് മാറിയെന്ന് തോന്നില്ല. ഞാനും കേട്ടത് തന്നെയാ. എന്താ ഹോബി, നിനക്കൊരു ഷോക്കും ഇല്ലാത്ത? ഞാൻ അവൻ്റെ ഈ മുടന്തിയുള്ള നൃത്തം കണ്ടപ്പോഴേ മനസ്സിലായതാ. അതൊക്കെ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. ഹോബി എന്തീ പറയുന്നേ? നോക്ക് ഹോബി, ജാക്കി നോക്കടാ, അവൻ ബ്ലഷ് അടിക്കുന്നു. ഇവന്മാരെ കൊണ്ട് ഞാൻ പോവാ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. ഡാടാ നിക്കടാ, നിനക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ പിടിക്കണോ? ഓ ഹോബി, നിനക്ക് എന്ന് കാലാണാവോ ഒരു ഗേൾ ഫ്രണ്ട് കിട്ടാൻ പോകുന്നേ? അയ്യടാ, നീ പേടിക്കേണ്ട. നിന്റെ ഇതേ അവസ്ഥ ഞാൻ അവൾക്കും വരുത്തും. പക്ഷെ അവൾ ഇന്നൊരാളില്ലാത്തതുകൊണ്ടാ. ഉണ്ടാവട്ടെ, നീ വെയിറ്റ് ചെയ്യ്. എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. അത് യോഞ്ചിയല്ലേ? യോഞ്ചിയോ? അതാരാ? പുതിയൊരു ക്യാരക്ടർ. എവിടെ നോക്കട്ടെ. പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വരും ഞാൻ ഒട്ടും. യോഞ്ചി, താനോ? എന്താടോ? അത് ഇച്ചാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറയാൻ വന്നതാ ഞാൻ. ചിമ്മി, ഇതാരാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ദേ ഹോബി, ഇത് യോഞ്ചി, ഷുഗയുടെ അനിയത്തിയാ. ഷുഗർ ചേട്ടൻ്റെ അനിയത്തിയാണോ? എന്തെന്ന് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതിന് വായി നോക്കി നടക്കലല്ലേ, നമ്മളൊക്കെ നോക്കാൻ ആരുണ്ട്? അയ്യേ ചമ്മി. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ബാഡ് ഇംപ്രഷൻ ആയിപ്പോയല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഒരു രസത്തിന് അത്രേ ഉള്ളൂ, അല്ലാതൊന്നുമല്ല. യോഞ്ചി, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. ഇത് ഹോബി, ഇത് ജാക്ക്, ഇത് എൻ്റെ സോൾമേറ്റ് മൈ തേത്തെ. ഓ, അപ്പോ ഇതാണോ തേയം? അതെ, തേയും ഇത് തന്നെ. തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഏട്ടൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, ഈ പാളയും കണ്ടു. പറഞ്ഞ പോലെ തന്നെയാ. യു ലുക്ക് സോ ക്യൂട്ട്, an angel. താങ്ക് യു അഞ്ചി. അയ്യോ, ചെക്കൻ്റെ ഇത് ബ്ലഷ് അടിച്ച് ഇതാ ചാവും. ചിമ്മി ചായ, ഇന്ന് വൈകിട്ട് വരാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതാ എൻ്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ച്. നാളെ രാവിലെ ഏതൊരു കോൾ
കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമെന്നാ പറഞ്ഞേ. ആണോ? എന്നെ വിളിച്ചിരുന്നോ? ആ, ഓ, എൻ്റെ ഫോൺ സൈലൻ്റ് ആണ് യോഞ്ചി, അതാ ഞാൻ അറിയാഞ്ഞേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ കഫേയിലേക്ക് പോയിക്കോളാം. എനിക്കറിയാം ഏതാന്ന്. എന്നാ ശരി, എന്നാ ഞാൻ പോയി. എല്ലാവരോടും പിന്നെ കാണാം. ഓക്കെ, കാണാം, കാണണം. എന്താടാ, വല്ലതും അടിച്ചോ? അടിച്ചോ എന്നല്ല, അടിച്ചോ മോനെ, അടിച്ചോ. അത് എൻ്റേതാ, എൻ്റേത് മാത്രം. ചോദിച്ചതിന് ഉത്തരം പറ. എന്താ ഇന്ന് ക്ലാസ്സിൽ കയറാഞ്ഞേ? അത് ഞാൻ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ല. നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയില്ല. അതൊന്നുമില്ല, എനിക്ക് എനിക്ക് കയറാൻ തോന്നിയില്ല, അത് കയറാൻ. ഓ, അപ്പം നിനക്ക് തോന്നുമ്പോൾ കയറാനും തോന്നുമ്പോൾ ഇറങ്ങാനുള്ളതാണോ കോളേജിൽ നിൻ്റെ ക്ലാസ്? അതിനാണോ ഞാൻ നിൻ്റെ ഫീസ് കൊടുക്കുന്നത്? കുക്കി, ഐ ആം സോറി, ഇനി ഞാൻ അത് ചെയ്യില്ല. അത് ഉണ്ടാവുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു, ഇപ്പോഴല്ല അത് പറയണ്ട. അത് ഞാൻ സോറി ഓക്കെ. ഗോ ടു ദ ബെഡ് ആൻഡ് സ്ലീപ്പ് യുവർ സെൽഫ്. എൻ്റെ ദൈവമേ, ഏത് നേരത്തെ എനിക്ക് ക്ലാസ് ഒന്ന് ഇറങ്ങി പോകാൻ തോന്നിയേ. അതിനു എൻ്റെ പണിയല്ല. നമ്മുടെ പേടിച്ച് വേഗം പോയി റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ സ്വയം ബെഡിൽ കിടന്നു. നമ്മുടെ ബേബിക്ക് ഇടയ്ക്കേണ്ട താമസം നമ്മുടെ കുക്കി നമ്മുടെ തേടെ മുകളിലേക്ക് കിടന്നു. നീ ഇതിനി ഒരിക്കലും മറക്കരുത്. മേലാൽ ക്ലാസ് മിസ് ചെയ്യരുത്. വേർഡ്സ് ബേബി. ഇല്ല, ഇനി മിസ്സാക്കില്ല. ഗുഡ് ബോയ്, ആൻഡ് ദാറ്റ്സ് മൈ ബോയ്. ഓക്കെ. Hey, my baby, you're so beautiful as an angel. ഇനി ഇങ്ങനത്തെ വേണ്ടാത്ത പണിയും ചെയ്യരുത്, മനസ്സിലായല്ലോ? വേർഡ്സ് ബേബി, വേർഡ്സ്. ഞാൻ ചെയ്യില്ല. ഗുഡ് ബോയ്. എന്നാ ഫ്രഷ് ആയാലോ? ഫ്രഷ് ആവും. അങ്ങനെ അവർ ഫ്രഷൊക്കെ ആയി അവർ രണ്ടുപേരും കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് നമ്മുടെ ജിമ്മിൻ്റെ കൂടെ തേയും ജേക്കും ഹോബിയും ഒക്കെ കഫേയിലേക്ക് പോയോണ്ടിരിക്കുകയെന്നല്ല, പോയി അവിടെയാണ്. നീ എന്തിനാടാ കുക്കിനോട് അങ്ങനെ പറയാൻ പോയേ? നിനക്ക് സത്യം പറഞ്ഞിരുന്നോ എന്താ അവിടെ നടന്നതെന്ന്? പറഞ്ഞപ്പോ അങ്ങേരെ വിശ്വസിക്കോ? പിന്നെ വിശ്വസിക്കാതെ മറ്റാരുടെ വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ കാര്യം എന്തായാലും അങ്ങേരെ വിശ്വസിക്കും, അതെനിക്ക് ഉറപ്പാണ്. യൂഞ്ചി വരുമായിരിക്കും അല്ലേ? ഓ, ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവനവൻ്റെ യൂഞ്ചി. നിനക്കറിയാം ജിമിനെ, ഇന്നലെ തൊട്ട് എനിക്കൊരു സ്വൈര്യം തന്നിട്ടില്ല. ഇവൻ്റെ ഒരു യൂഞ്ചി, അവളെ കണ്ട അപ്പം തുടങ്ങിയതാ അവൻ്റെ ഈ കളി. നിനക്കൊന്നിനെ സെറ്റാകുമ്പോഴേ അത് നിനക്ക് മനസ്സിലാകൂ, അതുവരെ നിനക്ക് ഒന്നും മനസ്സിലാവില്ല. ഓ, എൻ്റെ യൂഞ്ചി, അവൾ വന്നാൽ മതിയായിരുന്നു. ലിസ, ജിമ്മി, അതാ ലിസ. ലിസേ, ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് അതാണോ? വാവ്, സുന്ദരിയാണല്ലോ. എന്തോന്ന്? അങ്ങനെയല്ല, അല്ല, പൊതുവെ ഭംഗിയുണ്ട്, അതാ പറഞ്ഞു. ഏതായാലും വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല, അവൾ ഇങ്ങോട്ടാ വരുന്നേ. നിന്നെ കണ്ടെന്ന് തോന്നുന്നു. ഓ, ഇങ്ങോട്ട് വരുന്നു. ഹേയ്, ഹലോ തേത്തേ. ഹേയ് ലിസ, താനോ? ആഹാ, ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റാൻ ഇറങ്ങിയതാണോ? ഇമ്മേ, ഇവളോട് പറയണം. ഇനി കുക്കിയോട് പറയോ ഇവള്? ആ അതെ അതെ. എന്താടത്തെ നീ ആലോചിക്കുന്നേ? ഹായ് ലിസ, ഐ ആം ഹോബി. ഇത് ജാക്ക്, അത് ജിമ്മി. ഞങ്ങളൊക്കെ ഇതേടെ ഫ്രണ്ട്സാണ്. ഓ ഹായ്, എനിക്ക് ജിമ്മിനെ അറിയാം,
പിന്നെ തേയും. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അറിയില്ല. ബട്ട് കുഴപ്പമില്ല, ഇനി മുതൽ അറിയാലോ. ഏ, എന്നെ അറിയോ? എന്നെ എങ്ങനെ അറിയാം? എന്നെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ ജിമ്മി, എനിക്ക് നിന്നെ അറിയാം. അത് ജേക്ക വയ്യ. ജേക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട് തേടെ സോൾമേറ്റ് ആണെന്നൊക്കെ. പക്ഷേ അത് ഇപ്പോഴല്ല, ഒരു 5 വർഷം മുമ്പ് ഞങ്ങള് ബ്രേക്കപ്പ് ആയ സമയത്ത്. ബ്രേക്കപ്പോ? അപ്പം നിങ്ങൾ 5 വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ? എന്താ 5 വർഷം മുമ്പപ്പോ? അല്ല, നിങ്ങൾ നിങ്ങൾ 5 വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെന്നോ? ഒരു കാര്യം ചോദിച്ചാ പറയോ? അല്ല, നിങ്ങളെന്തിനാ അതിൽ ഇത്ര ഷോക്കാന്നേ? ആ, എന്താ ഹോബി? കാര്യം പറഞ്ഞു. അല്ല, നിങ്ങളെന്താ ബ്രേക്കപ്പ് ആയതിൻ്റെ കാരണം? അത് ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിന് കാരണം ഞാൻ ഞാൻ പറയാം. എനിക്കറിയാം ജേക്ക് ഒന്നും തേട് പറഞ്ഞിട്ടില്ല എന്ന്. അവൻ സമയമാകുമ്പോൾ പറയാന്നാ പറഞ്ഞേ. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം എന്താണെന്ന്. അന്ന് 5 വർഷം മുമ്പ് അന്ന് നമ്മുടെ തേൻ ജിമ്മിന് അവിടുന്ന് പോന്നതിന് ശേഷം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ജേക്കയെ കാണാൻ പോയിരുന്നു. എനിക്ക് ജേക്കിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ താൻ പോയതിന് ശേഷം 2-3 ആഴ്ച അതിന് മുമ്പേ എന്നെ മെസ്സേജ് ചെയ്യലോ കോണ്ടാക്ട് ചെയ്യുന്നതോ ഒക്കെ കുറവായിരുന്നു. എനിക്കെന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ താൻ പോയത് ശേഷം ഞാൻ അവനെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അവനോട് കാര്യം ചോദിച്ചു, എന്താ എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ അവൻ അന്ന് എന്നോട് പറഞ്ഞത്, ലിസ, ഞാൻ എല്ലാം പറയാം. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഒരു തേങ്ങിനെ കുറിച്ചിട്ട്? ആ എനിക്കറിയാം. അതിന് ആ കുട്ടിക്ക് എന്താ? ആ കുട്ടിയും ഇക്കാര്യം തമ്മിൽ എന്താ ബന്ധം? നിനക്കറിയോ ലിസ, അവൻ എന്നെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം അവൻ ഇവിടേക്ക് വന്നിട്ടില്ല. എന്താ നീ പറഞ്ഞ്? പ്രപ്പോസ് ചെയ്തെന്നോ? ആ, അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാ അവൻ എന്നോടുള്ള സ്നേഹവും ഇഷ്ടവും. ബട്ട് ഞാനതൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ അവനോട് ഞാൻ എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അവനെ എത്രയോ ഹേർട്ടാക്കി. ജഗേ, നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കറിയാം നിനക്കെന്നെ ജീവനാണെന്ന്, നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ബട്ട് ലിസ, ഐ ക്യാൻ ലൈഫ് വിത്തൗട്ട് ഹിം. കാരണം എനിക്കവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാനത് അറിഞ്ഞത് അവനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നിനക്ക് തേങ്ങ ഇഷ്ടമാണോ? ഐ എം സോറി ലിസ, ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് പറ്റുന്നില്ലടാ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ജഗേ, നീ എന്തിനാ കരയുന്നേ? എനിക്ക് മനസ്സിലാവും നിന്നെ. എനിക്കറിയില്ല നിന്നെ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്തിനും ഏതിനും നമുക്ക് കണ്ടുപിടിക്കാം അവനെ. എനിക്ക് തോന്നുന്നത് അവൻ നിന്നെ എന്തായാലും മറക്കില്ല. ഷുവർ ദാറ്റ്. നീ സങ്കടപ്പെടണ്ട. നമുക്ക് കണ്ടുപിടിക്കാം അവനെ. താങ്ക് യു സോ മച്ച് ലിസ. എനിക്കറിയാം നിനക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നേക്കാൾ നല്ലൊരാളെ നിനക്ക് കിട്ടും. പ്ലീസ് ഫോർഗിവ് മീ. ഒന്ന് പോടാ. നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ മനസ്സിലാക്കാനായി ജീവിതത്തിൽ? നീ എന്തിനാടാ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? നീ എന്നോട് പറഞ്ഞില്ലേ, തുറന്ന് പറഞ്ഞില്ലേ എല്ലാം? അത് മതി എനിക്ക്, അത് മാത്രം മതി എനിക്ക്. നീ പേടിക്കണ്ട. നമുക്ക് അവനെ കണ്ടുപിടിക്കാന്ന്. താങ്ക് യു ലിസ, താങ്ക് യു സോ മച്ച്.
എന്നും നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുണ്ടാവും. എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ചിമ്മി, നീ അത് കേട്ടോ? അങ്ങേർക്ക് എന്നെ ഇഷ്ടമാണ്. നിങ്ങൾക്കറിയോ, ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ശുഭച്ചാനുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. ഞങ്ങൾ 3 പേരും കൂടെ നിങ്ങൾ അന്വേഷിച്ചത്. പക്ഷേ ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ വെച്ച് ശുഭച്ചാനെ ചിമ്മിയോട് ഇഷ്ടമുണ്ടായതുകൊണ്ട് അവനും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. എന്താ? അപ്പോ ഷുഗച്ചാൻ എന്നെ അവിടുന്ന് എന്നെ അറിയോ? ആ, അറിയാം. അല്ല, തന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ ശുഗ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ ജെ.കെ. പോലെ പിന്നെ പറയാന്ന് കരുതി ഇരിക്കുകയായിരിക്കും. ചിമ്മയും അന്ന് അവിടെ വെച്ച് കണ്ട് ശുഗക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ നിങ്ങൾ അന്വേഷിച്ചിരുന്നെ. ആഹാ, വിചാരിക്കാത്തൊരു സ്റ്റോറി അതിനിടെ കൂടെ കയറി വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല. സത്യം, ഇതിനിടെ കൂടെ ജിമ്മിന്റെ സ്റ്റോറിയും കൂടെ കൂടുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല. ആ കാട്ടു പൂച്ചയെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങേര് ഇങ്ങോട്ട് വരട്ടെ. ലിസ, താങ്ക് യു. എത്രയോ വലിയൊരു തെറ്റിദ്ധാരണയാ നീ എനിക്ക് തിരുത്തി തന്നത്. താങ്ക് യു സോ മച്ച്. ജിമ്മി, ഞാൻ പോവാ. കുക്കി വീട്ടിലേക്ക് വരാനായിട്ടുണ്ട്. ഞാൻ പോവാ. ഓ, എനിക്ക് നിങ്ങൾ സോറിയും താങ്ക്സ് ഒന്നും വേണ്ട. അപ്പോൾ ശരി എന്നാൽ നിങ്ങൾ പോയി നോക്ക്, ഞാനും പോട്ടെ. ശരി എന്നാ കേട്ടോ, ബൈ. അങ്ങനെ ലിസയും തേയും അവിടെ നിന്ന് പോയി. പിന്നെ ആരാളെ? ഞങ്ങളുടെ ജിമ്മിനും ഹോബിയും പിന്നെ പോരാ ചക്കും. ലിസ ചേച്ചി ഇത്രയും പാവായിരുന്നോ? എന്തോ നല്ല ക്യാരക്ടർ. ആ ചേച്ചിയെ കെട്ടുന്ന ആള് അത്രയും ഭാഗ്യവാൻ അല്ലേടാ ചാക്കെ? ആടാ, എന്തൊക്കെയാ നമ്മൾ പിരായി അതിന്. പാവം, അതിന് നല്ലത് മാത്രം വരട്ടെ. അതെൻ്റെ താഴെയാണെങ്കിൽ ഞാൻ കെട്ടിയേ അതിന്. ആടാ, ഒരു പാവം ചേച്ചി. അല്ല, നമ്മുടെ തേന്താ ചേച്ചിയെ ലിസ എന്ന് വിളിക്കുന്നേ? ആവാലോ, എനിക്കറിയില്ല. അത് അവനോട് ചോദിച്ചിരുന്നു നിനക്ക്. അല്ല, ഞങ്ങളെ കാത്തിരുന്ന് മുഷിഞ്ഞോ നിങ്ങള്? സോറി കേട്ടോ, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. എന്താ ചിമ്മി, നിനക്കെന്താ പറ്റി? നീ എന്തിനെ കണ്ടിട്ട് മൈൻഡ് വെക്കാതിരിക്കുന്നേ? ഷുഗച്ചായ, അതിനുത്തരം പതിയെ കിട്ടും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിങ്ങളെ ഈ പെങ്ങളെ ഒത്തിരി ഇഷ്ടം. എനിക്ക് കെട്ടിച്ചു തരുമോ ഇവളെ? പെണ്ണ് ചോദിച്ചു. ദൈവമേ, എനിക്ക് ലഡ്ഡു പൊട്ടി. അയ്യോ, ഞാൻ മനസ്സിൽ കാണുന്നത് ഇങ്ങനെ മാനത്ത് കാണുന്നുണ്ടോ? ഹോബി, എനിക്ക് നിനക്ക് കല്യാണം കഴിച്ചു തരുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പെങ്ങളെ സമ്മതമില്ലാതെ ഞാൻ എന്തായാലും അവളെ നിനക്ക് തരില്ല. അതിന് ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലാന്ന്? എനിക്ക് ഒപ്പിച്ചാൻ ഇഷ്ടം. യുങ്കി, സത്യമായിട്ടും നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അതെന്തായാലും ഞാൻ നടത്തി തരും, ഐ പ്രോമിസ്. പിന്നെ എൻ്റെ പെങ്ങളെ കരയിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞ അത് ഞാൻ വെറുതെ ഇരിക്കില്ല. താങ്ക് യു സോ മച്ച് അളിയാ. താങ്ക് യു. ഒരിക്കലുമില്ല, നിങ്ങളെ പെങ്ങളാണെങ്കിൽ പോലും ഇവളെൻ്റെ പെണ്ണ. ഞാൻ ഒരിക്കലും ഇവളെ കരയിപ്പിക്കില്ല, ഐ പ്രോമിസ്ഡ് യു. ഞാനിപ്പോ ആരായി ആർമീസേ? ആ ഷുഗ ചേട്ടാ, അങ്ങനെയാണെങ്കിലേ വേണ്ട അളിയാ, ഞാനേ ഇവളെ കൊണ്ട് ഒന്ന് ചുറ്റി പോയി കറങ്ങിയിട്ട് വരാം. ഓക്കെ, ഇവളെ ഞാൻ വീട്ടിലെത്തിച്ചോളാം കൃത്യസമയത്ത്. ഇച്ഛായ, എന്ന് ഞങ്ങൾ പോയിട്ട് വരാം. ആ ഓക്കെ, ശ്രദ്ധിച്ചു പോയിക്കോണം. ഓക്കെ. അതെ ഷുഗ ചേട്ടോ, ഞാനും പോവുക. ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നിങ്ങളെല്ലാവരും കപ്പിൾസായി, ഞാനിവിടെ പോസ്റ്റായി. വീട്ടിൽ പോയ TV എങ്കിലും കാണാം. ഞാൻ പോവാണേ. ജാക്കി എന്തായാലും ആള് വീട്ടിലേക്ക് പോയി. നമ്മുടെ ഹോബിയും യുങ്കിയും ചെറിയൊരു ഡേറ്റിങ്ങിനും പോയി. ഇനിയുള്ളത് നമ്മുടെ യൂമി. എന്താണ് എൻ്റെ ബേബി നല്ല കലിപ്പിലാണല്ലോ. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്നെ എത്ര കാലമായിട്ട് തനിക്ക് അറിയാം? അല്ല, ഇവനിതെന്തപ്പ അങ്ങനെ ചോദിച്ചേ? ഇനി കുക്കിയോ അല്ലാതെ അങ്ങാനും പറഞ്ഞോ ദേവോട്? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അല്ല ചിമ്മി, നീ എന്താടാ അങ്ങനെ പറഞ്ഞേ? തനിക്ക് എന്നെ എത്ര കാലമായിട്ട് അറിയാന്ന് അത് പറ ആദ്യം. മോനെ, നീ കൂടുതൽ എന്നോട് ദേഷ്യപ്പെടേണ്ട, അത് നിനക്ക് തന്നെ കേടാകും.
അപ്പോൾ പറയില്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അല്ലേ? അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? ഓക്കെ, എനിക്ക് തന്നെ കഴിഞ്ഞ 5 ഇയേഴ്സായിട്ട് അറിയാം. അപ്പോൾ അതാണ് അന്ന് ഫസ്റ്റ് ടൈം ക്ലബ്ബ് വെച്ച് കണ്ടപ്പോൾ എന്നോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതല്ലേ? അല്ല, ഇതൊക്കെ എന്താ എന്നോട് എന്നിട്ട് മറച്ചു വെച്ചേ? ഞാൻ കരുതി തേയും കുക്കി ഒന്ന് ഒന്നിക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. പക്ഷേ ഇപ്പം തോന്നുന്നു, ഓ അപ്പോൾ അവരൊന്നിക്കാൻ കാത്തിരിക്കുന്നല്ലേ? അല്ല, എന്താ ഇപ്പം തോന്നുന്നെന്ന് പറഞ്ഞേ? അത് എന്താണെന്ന് ചോദിച്ചാ, നീ വാ, ഇവിടെ നിന്ന് അത് പറയാൻ പറ്റിയൊരു സ്ഥലമല്ല. അതും പറഞ്ഞ് യോങ്കി നമ്മുടെ ജിമ്മിനെയും കൂട്ടി കാറിലും കയറ്റി എവിടേക്കോ കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയേ നിങ്ങൾക്കറിയില്ലേ? ജസ്റ്റ് ഫോർ പണിഷ്മെന്റ്. ഓക്കെ, താൻ വന്നോ? തേ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അല്ല, നീ കരഞ്ഞോ? കുക്കി, നിങ്ങൾ ബ്രേക്കപ്പ് ആയോ? അല്ല, ഇവനെല്ലാം അറിഞ്ഞോ? നീ ഇപ്പം എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അപ്പോൾ ഇപ്പോഴും ഒന്നും എന്നോട് പറയാനായിട്ടില്ല അല്ലേ? കുക്കി, എന്നാണോ എന്നോട് സത്യമൊക്കെ പറയുന്നത്, ഇനി അന്ന് എന്നോട് മിണ്ടിയാ മതി, അന്ന് എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ മതി. അതുവരെ എൻ്റെ അടുത്തേക്ക് പോലും വന്നു പോകരുത്. വേണ്ട, നീ തന്നെ റീകട്ട് ചെയ്യും. അവസാനം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആ ഓക്കെ, ഞാൻ തന്നെ റീകട്ട് ചെയ്തോളാം. അതുവരെ എന്നോട് മിണ്ടാൻ വരണ്ട, ഒന്നും എൻ്റെ അടുത്തേക്ക് വന്നു പോലും ചെയ്യരുത്. ബേബി, ഡോണ്ട് ക്രൈ. നീ എന്തിനാ കരയുന്നേ? നീ കരയല്ലേ? ഞാൻ കരഞ്ഞെന്ന് കരുതി നിങ്ങൾക്കെന്താ? ഞാൻ വെറും നിങ്ങളുടെ ഒരു ഷുഗർ ബേബി മാത്രമല്ലേ, അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ടേയോങ്, മൈൻഡ് യുവർ വേർഡ്സ്. നീ എന്തൊക്കെ ഈ പറയുന്നത് വല്ല ബോധമുണ്ടോ നിനക്ക്? എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ എൻ്റെ നല്ല സ്വബോധത്തോട് തന്നെയാ പറയുന്നേ. സോറി ബേബി, പ്ലീസ്. അതും പറഞ്ഞ് ജെകെ തേ പിടിക്കാൻ പോയി. ബട്ട് ജെകെയുടെ കയ്യെ നമ്മുടെ തേ തട്ടി മാറ്റി. ഞാൻ ഒരു തവണ നിങ്ങളോട് പറഞ്ഞു എന്നെ തൊട്ട് പോയത് തന്നെ. ബേബി, ഐ എം സോറി. എനിക്ക് നീ എന്ന് വെച്ച ജീവനാ. നിനക്ക് വേണ്ടിയാ ഞാൻ. ഐ എം സോറി എവറിത്തിങ്. എന്നോട് പറഞ്ഞൂടായിരുന്നോ കുക്കി? ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. നിങ്ങൾക്കറിയാം ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ എന്തൊരു ഹാപ്പി ആയിരുന്നു നിങ്ങൾക്കറിയാം. ഇത്രയും എൻ്റെ കൂടെ നിന്നിട്ട് എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്താ എന്നോടൊന്ന് പറയാൻ? പ്ലീസ്, ഐ എം സോറി ബേബി, ഐ എം റിയലി സോറി. പ്ലീസ് ഡോണ്ട് ക്രൈ. എനിക്ക് പറ്റില്ല, നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല. നീ ഇനി കരയല്ലേ? ഒരുപാട് കരഞ്ഞില്ലേ? ഇനി കുറച്ച് നമുക്ക് സന്തോഷിക്കാം, കുറച്ച് ഫണ്ണായിട്ട്. എന്താ കുക്കി? വേണ്ട കുക്കി, എനിക്കിപ്പോൾ തന്നെ നേരെ നടക്കാൻ വയ്യ. ഐ ലവ് യു ദയോ. Will you marry me? I love you too, Cookie. And yes, I will marry you. Love you, baby. Love you too, Cookie. അപ്പോൾ ആർമി സേ ബൈ 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 ബൈ. സി യു ദ എൻഡ്. ഇനി ആരും സ്പെഷ്യൽ എപ്പിസോഡ് ചോദിച്ച് വരരുത്. എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ആ എപ്പിസോഡുകളെല്ലാം ചെയ്തിട്ട് വേണമെങ്കിൽ ഞാനൊന്ന് ചിന്തിച്ച് നോക്കാം സ്പെഷ്യൽ വേണോ വേണ്ടേ എന്ന്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻ്റ് ഇടാം. പിന്നെ മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം അത് എനിക്ക് ഒരുപാട് പേര് കാണാൻ കഴിയില്ലെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു ഇതുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ കാണുന്നവർക്ക് കാണാമല്ലോ, വെറുതെ
അതുകൊണ്ടാണ് ഐ എം സോറി കേട്ടോ. അല്ലാതെ അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഐ എം സോറി, ഐ എം റിയലി സോറി. ഇത് തന്നെ എനിക്ക് ഡൗട്ടാണ്, കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്നാലും നോക്കാം, ക്ലെയിം കിട്ടിയാൽ ഇത് റിമൂവ്ഡ് ആവും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനേക്കാൾ കട്ടാക്കി ഞാൻ എന്ത് ചെയ്യും, ഇടും. അപ്പോൾ ഓക്കെ, ബൈ, സി യു. ഓക്കെ, ബൈ ബൈ ബൈ.